ക്യാമറ സ്റ്റാർട്ട് റോളിംഗ്. സ്റ്റാർട്ട്. അതെ, നമ്മളെന്ന് പറയുന്നത് നമുക്ക് കാൽപാദം തൊട്ട് ശിരസ് വരെ ഉണ്ടല്ലേ. അപ്പോൾ കാൽപാദം ഭൂമിയിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു ശരീരം. ആ ശരീരത്തിൻ്റെതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. ആ ശരീരം എന്തോ അങ്ങനെയാണ്, മനസ്സിലായി. നമുക്ക് നമ്മളിൽ തന്നെ ഒരു മൈൻഡുണ്ട്. മൈൻഡ് എന്താണ് ചെയ്യുന്നത്? മൈൻഡ് എന്ന് പറഞ്ഞാൽ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങൾ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഭാഗമാണ്. അതെന്നും അങ്ങനെയാണ്. ഇതിന് പിന്നെ അടുത്തൊരു ലെവലുണ്ട്, ഹൃദയമുണ്ട്. ഹൃദയത്തിൻ്റെ പ്രവർത്തനം എന്താണ്? ഈ എല്ലാത്തിൻ്റെയും ഭാഗം ബാലൻസ് നിൽക്കുന്നൊരു ഭാഗമാണ് ഹൃദയം. ഇനി ഇതിനപ്പുറത്തോട്ട് ഒന്നുണ്ട്, അതായത് ചുറ്റുപാടും കാണുന്ന വ്യവസ്ഥയ്ക്ക് ഒന്നും സ്ഥാനം കൊടുക്കാത്തൊരു ഭാഗമുണ്ട്. അവിടെയാണ് ആത്മീയത വരണം. ഇത് ഒരു മനുഷ്യനിലുള്ള ഈ ലാസ്റ്റ് എല്ലാവരും ശ്രമിക്കുന്ന ഈ മോക്ഷം എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് നിൽക്കുന്ന അവസ്ഥയെ തന്നെ നിൽക്കണം. അത് നടക്കുന്ന കാര്യമില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആൾ മരിച്ചു. അത് ഈ ശരീരത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളുണ്ട്, മനസ്സിലായി. ഇപ്പോൾ ഫസ്റ്റ് ബോഡിക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ശരീരത്തിന് ഭക്ഷണം വേണം. സെക്സ് ശരീരത്തിൻ്റെ ഒരാവശ്യമല്ല, ഇറ്റ്സ് എ റീപ്രൊഡക്ഷൻ്റെ ആവശ്യമാണ്. മനസ്സിലായി. ഒരിക്കലും ലൈംഗികത എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ആവശ്യമല്ല. പക്ഷെ പലപ്പോഴും പലരും വിചാരിക്കുന്നത് ശരീരത്തിൻ്റെ ആവശ്യമെന്നാണ്. അത് റീപ്രൊഡക്ഷൻ. പക്ഷെ പ്രകൃതിയുടെ ആവശ്യം, പ്രകൃതിയാണ് സെക്സിനെ ഡിമാൻഡ് ചെയ്യുന്നത്. ഒരിക്കലും ഒരു ശരീരത്തിൽ അങ്ങനെ ഒരു താല്പര്യം ഒരിക്കലും ഇല്ല. പ്രകൃതിയുടെ ഭാഗത്ത് നാച്ചുറലി സംഭവിക്കുന്നതാണ്. അപ്പം നമ്മൾ ആക്റ്റീവ് ആകുമ്പോൾ നമ്മൾ പ്രകൃതിയിൽ നിന്ന് നമുക്കൊരു സ്റ്റെപ്പ് മുന്നോട്ട് കയറി നിൽക്കും, മനസ്സിലായി. നമ്മളിപ്പോൾ ദേഷ്യം വരുന്നത് എന്തുകൊണ്ടാണ്? അത് പ്രകൃതിയുടെ സ്വഭാവമാണ്. പ്രകൃതി ക്ഷോഭിക്കും. പക്ഷെ നമ്മളവിടെ ഉള്ളത് കൊണ്ട് അവിടെ ഈ പറയുന്ന ക്ഷോഭിക്കേണ്ട അവസ്ഥ ആവശ്യമില്ല. പക്ഷെ നമ്മൾ ലൈവാണ്. പക്ഷേ നമ്മളെന്ന് പറഞ്ഞ അവസ്ഥ ഇതെല്ലാം മാനേജ് ചെയ്യുന്നതാണ്. അല്ലാണ്ട് ഇത് ആത്മീയതയിൽ മാത്രം വന്ന് ഞാൻ ബാക്കിയുള്ള ജടിക കാര്യത്തിലൊന്നും ഇടപെടത്തില്ല, അങ്ങനെ ഒരു ഭാഗം ആവശ്യമില്ല. ശരീരമുണ്ട്, ശരീരത്തിൻ്റെ കാര്യത്തിൽ ഇടപെട്ടാൽ ഒരു കുഴപ്പമില്ല. അത് മര്യാദക്ക് കൈകാര്യം ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അങ്ങനെയാണ് വേണ്ടത്. അല്ലാണ്ട് എനിക്ക് ആത്മീയതയാണ് അതുകൊണ്ട് ഞാൻ ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നിലും ഇടപെടത്തില്ല. അത് ഇടപെടുന്നത് എന്തിനാണ്, എന്തുകൊണ്ടാണ്? അതുകൊണ്ട് വല്ല ദോഷമുണ്ട്? ഒരു ദോഷമില്ല. അത് ആവശ്യത്തിന് എക്സാക്ട് കൃത്യമായിരിക്കണം. ശരീരം തോന്നിവാസമല്ല. പ്രകൃതി ഉണ്ട്. പക്ഷെ പ്രകൃതി നമ്മളുടെ നിയന്ത്രണത്തിൽ നമ്മൾ കൊണ്ടുവരികയും ഇത് പ്രകൃതിയുടെ ഭാഗമാണ്. അത് പ്രകൃതിയെ അനുസരിച്ച് പോകേണ്ടടുത്ത് അനുസരിച്ച് പോകണം. അവിടെ പൊരുത്തപ്പെട്ട് ഇപ്പം നമ്മൾ നിരപ്പായ ഭൂമി കൂടി നടക്കുമ്പോൾ അവിടെ കാൽ വെച്ച് ചവിട്ടുന്ന കുഴപ്പമില്ല. പക്ഷേ കല്ലും മുള്ളൊക്കെ ഉള്ളപ്പോഴത്തേക്കും നമ്മളവിടെ ശ്രദ്ധിച്ച് നടക്കണ്ടേ. ഇപ്പോൾ കാറ്റ് അല്ലെങ്കിൽ തണുപ്പ്, ചൂട്, ഇങ്ങനെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അത് നമ്മൾ ഫോളോ ചെയ്യണ്ടേ. അത് പ്രകൃതിയുടെ ഭാഗം. ഒരു അട്രാക്ഷൻ വരുന്നു, ആകർഷണം എന്നാണ് പ്രകൃതിയുടെ സ്വഭാവം. അതിലോട്ട് പോകുന്നതിനാണ് അവിടെ നമ്മളുണ്ട്. പക്ഷെ നമ്മളില്ലെങ്കിൽ ഈ പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള വ്യവസ്ഥകളൊന്നുമില്ലെങ്കിൽ പ്രകൃതിക്ക് മാത്രമാണ് സ്ഥാനം കൊടുക്കുന്നെങ്കിൽ ആകർഷണത്തിലോട്ട് പോകും. അത് ചെന്ന് പ്രത്യുൽപാദനമാണ് എന്താ സംഭവിക്കേണ്ടത്. ആ പ്രകൃതിയുടെ നിശ്ചയമാണ്. നമുക്ക് ബോധമുണ്ട് ഇത് ഇന്നതാണ്, ഇത് ഇങ്ങനെ പോയാൽ ലൈംഗികതയിൽ പോയി വീഴും. നമുക്കതിൻ്റെ ആവശ്യമില്ല, മനസ്സിലായി. നമ്മൾ ആ പക്വത ആളുണ്ടെങ്കിൽ നമ്മൾ പ്രകൃതിയെ കൈകാര്യം ചെയ്യും, ശരീരത്തെ കൈകാര്യം ചെയ്യും, നമ്മൾ ഹൃദയത്തെ കൈകാര്യം ചെയ്യും, ബുദ്ധിയെ കൈകാര്യം ചെയ്യും. അതായത് നമ്മളുടെ നിലത്തിനെ താല്പര്യം കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ വീട്ടിലെ റീപ്രൊഡക്ഷൻ്റെ ഭാഗത്തേക്ക് പോയത്. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ പ്രശ്നം നമ്മുടെ ശരീരത്തിൽ തന്നെ ഇത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കും. അപ്പോൾ ഒരാൾക്ക് അയാളുടെ മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ അയാളുടെ വ്യക്തത ഇല്ലാണ്ട് പോകുന്നു. ചില സമയത്ത് ശരീരം പ്രവർത്തിക്കുന്നു, ചില സമയത്ത് പ്രകൃതി പ്രവർത്തിക്കുന്നു, ചില സമയത്ത് ഹൃദയം, ചില സമയത്ത് മൈൻഡ്. ഇത് എന്താണ് ഏതാണ് ഒരു പിടുത്തവും ഇല്ല. അപ്പോൾ എന്ന് വെച്ചാൽ വൃത്തിയില്ലാത്ത ആളെന്ന് പറയും. ആ വ്യക്തിക്ക് വൃത്തിയില്ല, അനുസരണയില്ല. ഈ അനുസരണ എന്ന് പറയുന്നത് നമ്മളെ തെളിച്ചു കൊണ്ടുപോകാനുള്ള ഒരു സവിശേഷതയാണ്. വൃത്തിയുണ്ടെങ്കിൽ
സ്വതന്ത്രനായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. കാരണം എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതിലുള്ളത്, ഈ മാറ്റങ്ങളെല്ലാത്തിനും മര്യാദക്ക് അനുസരിച്ച് കൊണ്ടുപോകണം. കാരണം വിശപ്പ് വന്നാൽ ഭക്ഷണം കൊടുക്കണ്ടേ, അത് അനുസരണയാണ്. ഇത് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കില്ല, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കില്ല, ഉറക്കം വരുമ്പോൾ ഉറങ്ങിയല്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ ശരീരത്തിന് ക്ഷീണം ഉണ്ടാകും. വെച്ചാൽ ആൾക്ക് ക്ഷീണം ഉണ്ടാകും. ഇതിൻ്റെ പൊരുത്തമില്ലായ്മയാണ് ക്ഷീണം. നമ്മൾ തളരുന്നത് ഇതിൻ്റെ പൊരുത്തത്തിൽ കൊണ്ടുപോകാത്തതുകൊണ്ടാണ് ക്ഷീണം വരുന്നത്. പൊരുത്തത്തിൽ കൊണ്ടുപോകുമ്പോൾ നമുക്ക് വ്യക്തതയുണ്ട്, എന്തുകൊണ്ട് ഒരു കാര്യം സംഭവിക്കുന്നു കൃത്യമായിട്ട് അറിയാൻ പറ്റും. സമയത്ത് ദാഹത്തിന് വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ കൃത്യത നഷ്ടപ്പെട്ടു. ഭയങ്കര സിമ്പിളാണ്, ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ പുസ്തകം വായിച്ചിട്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ ശരീരത്തെ ഞാൻ ഒഴിവാക്കുന്നു, എൻ്റെ ആത്മീയതയിലെ ഞാൻ ജീവിക്കത്തുള്ളൂ എന്നും പറഞ്ഞിരിക്കുന്നവർ കഷ്ടപ്പെടത്തേ ഉള്ളൂ, അല്ലെങ്കിൽ വേറെ ഒന്നും സംഭവിക്കത്തില്ല. പിന്നെ ഇപ്പം കെന്നിൻ്റെ കാര്യം പറയണമെങ്കിൽ, കെന്നിന് ഇപ്പോൾ ശരീരത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ മൈൻഡിൻ്റെ ഭാഗം കൈകാര്യം ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് കുറവാണ്. പക്ഷേ ഹൃദയവും സൂക്ഷ്മതലമായിട്ടുള്ള ബന്ധം നല്ല രീതിയിലുണ്ട്, അത് നല്ല രീതിയിലുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റി ഒരു ലെവലിൽ ഭയങ്കര കൂടുതലാണ്. ബാക്കിയുള്ള നമ്മളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഭാഗത്തൊക്കെ കുറേ എററൊക്കെ കാണിക്കും. എന്നുവെച്ചാൽ മൈൻഡിൻ്റെ ഭാഗത്തും ശരീരത്തിൻ്റെ ഭാഗത്തൊക്കെ നിയന്ത്രണം ഉണ്ടാകില്ല. പക്ഷെ അപ്പുറത്തുണ്ട് നല്ല നിയന്ത്രണം. അപ്പുറത്ത് നല്ല വിധത്തിലുള്ള ക്ലാരിറ്റി ഉള്ളതുകൊണ്ട് ഇവൻച്വലി ഈ കുട്ടി നോർമലാണ്. കാരണം ഇപ്പുറത്ത് നിൽക്കുന്ന പ്രോബ്ലംസ് അപ്പുറത്തെ പൊട്ടൻഷ്യൽ പവർ ഉള്ളതുകൊണ്ട് ഈ ഭാഗം കുറേ നാൾ സമയമെടുക്കും ഇത് ക്ലിയർ ആകും. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ ഉള്ള മാതാപിതാക്കൾ പലപ്പോഴും കൂടുതൽ സഫറിങ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് അവരെ കൈകാര്യം ചെയ്യാൻ പറ്റാനുണ്ട്. അവരെ കൈകാര്യം ചെയ്യാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുട്ടികൾ അവരെ തന്നെ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിൽ എത്തിയിരിക്കും. ഇത് മാതാപിതാക്കൾ തന്നെ അസ്വസ്ഥരാകുകയും. അവിടെയാണ് ഈ ഇങ്ങനെയുള്ള കുട്ടികളെ മാനേജ് ചെയ്യാൻ പറ്റാണ്ട് അവർ കൂടുതൽ സഫർ ചെയ്യുന്ന ഭാഗത്തോട്ട് പോകുന്നത്. അവർക്കൊരു ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി സാമൂഹ്യമായിട്ടുള്ള വ്യവസ്ഥയിൽ ഒരിക്കലും കണ്ടാമിനേറ്റഡ് ആകുന്നില്ല. കാരണം സമൂഹത്തിലോട്ട് കണക്റ്റാക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇവർ കണക്റ്റഡാണ്, ജീവിച്ചിരിക്കുന്നില്ലേ. ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർ വ്യക്തമായിട്ടുള്ളൊരു കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്നത്. അത് റിയലൈസ് ചെയ്താൽ അതിൻ്റെ തെളിവതാണ്. ജീവിച്ചിരിക്കുന്നു, പഠിച്ചിട്ടൊന്നും അല്ലല്ല, പഠിപ്പും വിദ്യാഭ്യാസം ഉണ്ടായിട്ടല്ല, ഒന്നും ഇല്ലാണ്ട് ജീവിച്ചിരിക്കുന്നത്. അപ്പം ജീവൻ്റെ സ്പന്ദനം അവരിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. ആ ഭാഗം നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾക്ക് അവരോട് സഹകരിക്കാം. കാരണം നമ്മളിൽ ജീവൻ്റെ ഭാഗം നമ്മൾ അറിയുന്നില്ല, അതാണ് നമ്മുടെ പ്രശ്നം. എല്ലാ പ്രശ്നമെന്ന് പറയുന്നത് ഇത് അടുക്കും ചിട്ടയോടുകൂടി ഒരു വ്യക്തിയെ കൊണ്ടുപോകുന്നില്ല. കാരണം വളർന്നു വരുമ്പോൾ തന്നെ, ജനിക്കുമ്പോൾ തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ പേരിൽ അടിച്ചേൽപ്പിക്കുന്ന കുറേ കാര്യങ്ങൾക്ക് വേണ്ടി ഈ വ്യക്തി വിക്റ്റിമാകുന്നു. അതുകൊണ്ട് വ്യക്തിക്കൊരിക്കലും വ്യക്തിത്വ ബോധമുണ്ടാകുന്നില്ല. തെളിച്ചമില്ല, വെളിച്ചമല്ല തെളിച്ചമാണ് വേണ്ടത്. വെളിച്ചം അപകടമാണ്, മനസ്സിലായി. തെളിച്ചമില്ലാത്തവന് വെളിച്ചം അപകടമാണ്. തെളിച്ചമുള്ളതിന് വെളിച്ചം കുഴപ്പമില്ല. വണ്ടി ഓടിക്കാൻ അറിയാം, പക്ഷേ റോഡ് നിയമങ്ങൾ അറിയാൻ പാടില്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ അറിയാം, പക്ഷെ റോഡിൽ കൂടി നിയമങ്ങളില്ലേ. മനസ്സിലായി. ആ തെളിച്ചം ഉണ്ടാകും. നീ വണ്ടി ഓടിക്കാൻ അറിയാം, അപ്പുറത്തുനിന്നൊരു വണ്ടി വരുന്നത്, അത് ഏത് ട്രാക്കിലാണ് എന്ന് കൃത്യമായിട്ട് അറിയണ്ടേ. അതിനാണ് തെളിച്ചം. വ്യക്തത വേണം. എന്ത്, എവിടെ, എങ്ങനെ നിൽക്കുന്നു, എന്തുകൊണ്ട്, അതിന് തെളിച്ചം. ഒരു തെളിച്ചമുണ്ട്, നല്ലൊരു തെളിച്ചമുണ്ട്, മനസ്സിലായ. ആ തെളിച്ചത്തായിട്ട് നമ്മളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പെർഫോമൻസാണ്. പക്ഷെ എല്ലാവരും മൈൻഡിൻ്റെ ഭാഗത്തായിരിക്കുന്നത്, സൊസൈറ്റി ഫുള്ള് മൈൻഡിൻ്റെ ഭാഗത്താണ്. പക്ഷെ ആ തെളിച്ചത്തിലെത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുട്ടികൾ പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യും. പലപ്പോഴും മാതാപിതാക്കളാണ് ആദ്യം തന്നെ ഇങ്ങനെ കുട്ടികളുടെ ഭാഗത്ത് ഏറ്റവും കൂടുതൽ നിരാശരാകുന്ന മാതാപിതാക്കളാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട മാതാപിതാക്കളാണ്. കാരണം സൊസൈറ്റിയിലുള്ള യാതൊരു വിഡ്ഢിത്തരവും ഈ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല. കാരണം ഇവരെപ്പോഴും പവിത്രമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ആ പവിത്രത നമ്മളില്ലാത്തതുകൊണ്ടാണ് നമ്മൾ തിരിച്ചറിയാത്തത്.